അടുത്ത പ്രധാനപ്പെട്ട ലെവൽ ഹോമോ നിയാണ്ടർതാൽസ് ആണ്. ജർമ്മനിയിലെ നിയാണ്ടർ താഴ്വരയിൽ നിന്നാണ് ഇവരുടെ അവശേഷങ്ങൾ ലഭിച്ചത്. ഏകദേശം 1400 CC തലച്ചോറുള്ള ഇവർ ആധുനിക മനുഷ്യനോട് ഏറെ സാമ്യമുള്ളവരായിരുന്നു. കഠിനമായ ഐസേജിനെ അതിജീവിക്കാൻ ആനിമൽ സ്കിൻ, അതായത് മൃഗത്തോലുകൾ വസ്ത്രമായി ഉപയോഗിക്കുകയും ഗുഹകളിൽ താമസിക്കുകയും മരിച്ചവരെ ആചാരപരമായി അടക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഇവർ മികച്ച വേട്ടക്കാരുമായിരുന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം 34,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ക്രോ-മഗ്നൺ മനുഷ്യനാണ് ആധുനിക മനുഷ്യൻ്റെ നേരിട്ടുള്ള പൂർവികരെന്ന് കരുതപ്പെടുന്നത്. ഏകദേശം ഹോമോസാപ്പിൻ തന്നെയാണ് ഈ ക്രോ-മഗ്നണും. 1.8 മീറ്റർ ഉയരവും 1650 CC തലച്ചോറുമുള്ള ഇവർ മികച്ച ബുദ്ധിശക്തിയുള്ളവരായിരുന്നു. ഗുഹകളിലൊക്കെ കുടുംബമായി താമസിച്ചിരുന്ന ഇവർ മനോഹരമായ ആഭരണങ്ങളും ആയുധങ്ങളും നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായിരുന്നു. ഏകദേശം 2 to 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഹോമോസാപ്പിൻസ് എന്ന ആധുനിക മനുഷ്യൻ്റെ വരപ്പാകുന്നത്. ഇവർ ആഫ്രിക്കയിലാണ് ഡെവലപ്പായത്. സാധാരണ ഒരു ആഫ്രിക്ക പുറത്തേക്ക് പോയി യൂറോപ്പ്, ഏഷ്യ പോലുള്ള ഭാഗങ്ങളിലേക്ക് അവർ കുടിയേറി പാർത്തു. യൂറോപ്പ് ഭാഗത്ത് കണ്ട ആ മോഡേൺ ഹ്യൂമൻസ് ഹോമോസാപ്പിൻസിനെ ക്രോ-മഗ്നൺ എന്നറിയപ്പെടുന്നത്. അവരും ഹോമോസാപ്പിൻസ് തന്നെയാണ്. അങ്ങനെ ഡെവലപ്പായ ഹോമോസാപ്പിൻസിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നിവർന്ന തലയും വ്യക്തമായ താടിയലുകളുമാണ് ഇവരുടെ പ്രധാന സവിശേഷത. 1350 മുതൽ 2000 CC വരെ തലച്ചോറിന് വലിപ്പമുള്ള ഇവർ നട്ടലിൻ്റെ പ്രത്യേക ഘടന മൂലം പൂർണ്ണമായും 2 കാലുകളിൽ നിവർന്നു നിൽക്കാൻ പ്രാപ്തിയുള്ളവരാണ്. കുരങ്ങ് രൂപത്തിൽ നിന്നും മനുഷ്യൻ്റെ മാറ്റങ്ങൾ പ്രധാനമായും ഇവയാണ്. 4 കാലുകളിൽ നിന്ന് 2 കാലുകളിലേക്കുള്ള മാറ്റം ബൈപ്പെഡലിസം എന്ന് പറയും. നട്ടലിന് വളവുണ്ടായി നിവർന്നു നിൽപ്പ് സാധ്യമായത്. തലച്ചോറിൻ്റെ വലിപ്പത്തിലുള്ള വർധനവ് എന്നിവ ഇതിൽ പ്രധാനമാണ്. കൂടാതെ താടിയലുകളുടെ വലിപ്പം കുറയുകയും മുഖം പരന്നതാവുകയും ചെയ്തു. ശരീരത്തിലെ രോമങ്ങളുടെ കുറവ് മറ്റൊരു പ്രധാന മാറ്റമായിരുന്നു. ഈ ഷോർട്ട് വീഡിയോയുടെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.